ഇന്ന് വന്നപ്പോഴത്തേക്കിനും നേരം നന്നായിട്ട് വൈകിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് വീട്ടിലെത്തിയത്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ അല്ലറ ചില്ലറ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. വന്നപ്പോൾ നല്ല ടയേർഡായിട്ടാണ് വന്നത്. എന്നാൽ പോലും അത്യാവശ്യം പണികളൊക്കെ ഉണ്ടല്ലോ വൈകുന്നേരത്തേക്കുള്ളത്. അതുമൊക്കെ ഒതുക്കണമായിരുന്നു. ഞാൻ റിലയൻസിൻ്റെ സ്മാർട്ടിൽ കയറിയായിരുന്നു. കുറച്ച് അധികം സാധനമൊന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പുറത്തുനിന്ന് വാങ്ങിക്കണേക്കാളും കുറച്ചുകൂടി ഒരു ലാഭമായിട്ടൊക്കെ തോന്നി. കാരണം നമ്മൾ വാങ്ങിച്ച ഈ പുട്ടുപൊടി അതുപോലെ തന്നെ അങ്ങനത്തെ പൊടി ഐറ്റംസ് ഇല്ലേ, അപ്പോൾ ഗെറ്റ് വൺ ബൈ വൺ ഫ്രീ അങ്ങനത്തെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സോപ്പിനൊക്കെ ഒരുപാട് വില ഡിഫറൻസ് ഉണ്ട് പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണേക്കാളും. പിന്നെ അതുകൂടാതെ തന്നെ പച്ചക്കറിയും കുറച്ച് വന്നിട്ടുള്ള സമയം കൊണ്ട് പച്ചക്കറിയും ഒക്കെ പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു, ഓരോരോ കുഞ്ഞു കൂടിനകത്തൊക്കെ ആക്കി വെച്ചു. പിന്നെ കറിവേപ്പില ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പ് ഇട്ട് കുറച്ച് സമയം ഇങ്ങനെ മുക്കി വെച്ചു. വലുതായിട്ട് സമയം വൈകിയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ അടുക്കളയിൽ ഒരുപാട് പണികൾ വീണ്ടും മിച്ചം ഉണ്ടായിരുന്നു. പാത്രമൊക്കെ ഒരുപാട് കഴുകാനുണ്ടായിരുന്നു. ഈ സ്ക്രബ്ബറും ഞാൻ പറഞ്ഞില്ലേ, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അങ്ങനെ വാങ്ങിയതാണ്. പഴയ സ്ക്രബ്ബർ മാറ്റണമെന്ന് ഒരുപാട് ദിവസങ്ങളായി വിചാരിക്കുന്നു. പിന്നെ വാങ്ങിക്കാനൊന്നും പോകാനായിട്ട് പറ്റിയില്ല. ഇപ്പോഴാണ് എല്ലാം ഒന്ന് സെറ്റായത്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പാത്രം കഴുകി വെച്ചാൽ തന്നെ ഭയങ്കര സമാധാനമാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കണതിനിടക്ക് തന്നെ കുഞ്ഞനും കുഞ്ഞൻ്റെ അപ്പയും കൂടെ വഴക്കിട്ടിട്ട് വന്നിട്ട് കുഞ്ഞൻ എന്തൊക്കെയോ പരാതികൾ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ അതൊക്കെ കേട്ടുകൊണ്ട് എൻ്റെ പണിയും ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് അത് കേൾക്കുന്നുണ്ടായിരുന്നു. പുള്ളി വന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടൊക്കെ തിരിച്ചു പോയി. കുറേ ദിവസങ്ങളായി ഇങ്ങനത്തെ ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. ഒന്നാമത്തെ കാര്യം നമുക്ക് സമയം കിട്ടുന്നില്ല. പിന്നെ ഞാൻ പറയാറില്ല, എപ്പോഴും നമ്മുടെ മൈൻഡൊന്നും ഭയങ്കര ഓക്കെ ആയിരിക്കണം എന്നൊന്നുമില്ല. എപ്പോഴും വ്ളോഗ് ഇടാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ ഓക്കെ അല്ലാതെ ആയിരിക്കും. എന്തായാലും ഇന്ന് വന്നപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു ഇന്ന് വൈകുന്നേരത്തെ ഒരു 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 ഷോർട്ട് വീഡിയോ ആയിട്ടൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുക്കളയിലെ പണിയൊക്കെ നമ്മൾ ഏകദേശം പെട്ടെന്ന് തന്നെ കഴിച്ചു. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതിയായിരുന്നു. ഞാൻ അത്രയ്ക്ക് ടയേർഡായിട്ടാണ് വന്നത്. ഇത് വന്നിട്ട് കേക്ക് നമ്മുടെ അടുത്ത് ഒരു കുട്ടിക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിച്ച കേക്കാണ്. ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ഫസ്റ്റത്തെ കേക്കാണ് കേട്ടോ. അപ്പോൾ കേക്ക് ഞാൻ നേരെ പകുതി വെച്ച് മുറിച്ചു. വേറെ ഒന്നും കൊണ്ടല്ല, കേക്ക് ഇങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മുറിച്ച് കഴിക്കാൻ മടിയുള്ള ആളുകളുണ്ട്. അവർ വന്നിങ്ങനെ സൈഡിൽ നിന്നൊക്കെ മാന്തി എടുത്തുകൊണ്ടൊക്കെ പോകും. അപ്പോൾ കേക്ക് അത് വൃത്തികേടാവും. അതുകൊണ്ട് തന്നെ ഞാനിത് പാതിയിൽ നിന്ന് മുറിച്ചിട്ട് നേരെ പകുതി എടുത്ത് കിട്ടിയ കവറിൽ തന്നെ ആക്കി വെച്ചു. അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫുള്ള് കേക്ക് നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് ബാക്കി കേക്ക് നമുക്ക് എടുത്ത് കഴിക്കാൻ പാകത്തിനാക്കി കട്ട് ചെയ്തിട്ട് എങ്ങോട്ടേലും മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ നമുക്ക് ഓടി വന്നൊന്ന് എടുത്ത് കഴിക്കണമെങ്കിലും കേക്ക് കട്ട് ചെയ്ത് വെച്ച് അത്ര എളുപ്പമായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിനകത്തേക്ക് കേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യാനുസരണം കഴിക്കാം. ഇല്ലെങ്കിൽ കേക്ക് ഇങ്ങനെ പിച്ചിപ്പറിച്ച് മൊത്തത്തിൽ ആ കേക്ക് നശിച്ചു പോകും. അത് വൃത്തികേടാകും എന്നല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. എന്തായാലും കേക്ക് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ കഴിച്ചു നോക്കി. പിന്നെ നാളത്തേക്കുള്ള കുടിവെള്ളവും നമ്മൾ തിളപ്പിക്കാൻ വെച്ചു. ഇപ്പം തന്നെ സമയം നന്നായിട്ട് വൈകിയിട്ടുണ്ട്. ഏകദേശം ഒരു 10:30 മണിയൊക്കെ ആയി. ഉറക്കം നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രഷായിട്ട് കിടന്നാൽ മതി എന്നായി. അധികമായിട്ട് പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൂത്ത് വൃത്തിയാക്കിയൊക്കെ എടുത്തു. അപ്പോൾ കുഞ്ഞൻ അതിനിടയ്ക്ക് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് നടക്കുന്നുണ്ട്. ആൾക്ക് ഉറക്കമൊന്നും വന്നിട്ടില്ല. ആളെയും കൂടെ ഉറക്കിയിട്ടൊക്കെ വേണം നമുക്ക് ഫ്രഷായിട്ട് കിടക്കാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് നാളത്തേക്ക് അലക്കാനുള്ള തുണിയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ലോഡ് ചെയ്യും. വേറൊന്നുമല്ല, രാവിലെ എണീക്കുമ്പോൾ പിന്നെ മെഷീൻ ഓണാക്കിയാൽ മതിയല്ലോ, അത്രയും കൂടെ എളുപ്പമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പണികളൊക്കെ ഏകദേശം വൈൻഡപ്പ് ആയിട്ടുണ്ട്. നന്നായിട്ട് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏകദേശം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. രാത്രി നമ്മുടെ പണികളൊക്കെ എല്ലാം തന്നെ കഴിച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ സത്യം പറയാമല്ലോ ഒരു 7 മണിയോട് കൂടിയൊക്കെ എഴുന്നേൽക്കാറുള്ളൂ. എനിക്ക് വെളുപ്പിന് എഴുന്നേൽക്കാനൊന്നും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ് വെളുപ്പിന് എണീക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ടൊരു നൈറ്റ് ക്രീമൊക്കെ ഇട്ടു. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ വേറൊരു സാധനം കാണിക്കാൻ മറന്നു കേട്ടോ. ഇത് ഞാൻ റിലയൻസിൻ്റെ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാനൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്കും കൂടെ ഒരു ചെറിയ ബിസ്ക്കറ്റ് ആണെങ്കിലും വാങ്ങിയില്ല ഒരു സമാധാനമില്ല. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മയ്ക്ക് വാങ്ങിയതാണ്. ഇതിന് 99 രൂപയുള്ളൂ. 4 കണ്ടെയ്നർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.